എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് ചിന്തിക്കാനിരിക്കുന്ന വിഷയം സംരക്ഷിക്കുന്ന ദൈവം. ജീവിതത്തിൽ എത്രയോ അപകടങ്ങൾ, ഭയങ്ങൾ, അനിശ്ചിതത്വങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്നു. പക്ഷേ വിശ്വസിക്കൂ, നാം ഒറ്റയ്ക്കല്ല യാത്ര. നമ്മെ സംരക്ഷിക്കുന്ന ദൈവം നമുക്കൊപ്പമുണ്ട്. തിരുവെഴുത്ത് നമ്മോട് പറയുന്നു, യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലഭാഗത്ത് നിനക്ക് തണൽ. സങ്കീർത്തനം 121:5. എത്ര മനോഹരമായ മഹത്തരമായ ദൈവവചനം. ദൈവം നമ്മുടെ വലതുഭാഗത്ത് നിഴലായി, തണലായി, കാവലായി നിൽക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ എത്രയോ അപകടങ്ങളുണ്ടായാലും, പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നാലും ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ കരം നമ്മെ മൂടിയിരിക്കുന്നു. ജീവിതാനുഭവമായി പലപ്പോഴും നാം അതിരുകടന്ന് സഞ്ചരിച്ചാലും, മുന്നിൽ അപകടങ്ങൾ, പിന്നിൽ ഭീഷണികൾ എന്തെല്ലാം ഉണ്ടായാലും അവയെല്ലാം മറികടക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരാൾ, അത് ദൈവം മാത്രമാണ്. അവൻ നമ്മുടെ കണ്ണുനീർ കാണുന്നു. ദൈവം നമ്മോട് ഇടപെടുന്നവനാണ്, സംരക്ഷിക്കുന്ന ദൈവമാണ്. നമ്മുടെ കാഴ്ചയിൽ ചിലപ്പോൾ പലതും തോൽവി പോലെ തോന്നാം. പക്ഷേ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് വിജയത്തിൻ്റെ വഴിയാണ്. കർത്താവ് നമ്മുടെ മുന്നിൽ നയിക്കുന്നവൻ, പിന്നിൽ കാവലായി കൂടെയുള്ളവനാണ്. നാം എവിടെയായാലും രോഗത്താലോ ഭയത്തിലോ ദുഃഖത്തിലോ ഓർക്കുക, ദൈവം നമ്മെ സംരക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണോ? അവൻ നമ്മെ വീഴാൻ അനുവദിക്കില്ല. തളർന്നു വീഴുവാൻ, കാലിടറുവാൻ അനുവദിക്കത്തില്ല. പകൽ സൂര്യനെങ്കിലോ രാത്രി ചന്ദ്രനെങ്കിലോ നിന്നെ തൊടുകയില്ല. നിനക്ക് സംരക്ഷകനായി നിൽക്കുന്ന ദൈവം ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ആ ദൈവത്തിൻ്റെ സംരക്ഷണം എത്രയോ ശ്രേഷ്ഠകരമാണ്. തൻ്റെ ഭക്തന്മാരെ കാരാഗൃഹത്തിൻ്റെ നടുവിലും അഗ്നികുണ്ഡത്തിൻ്റെ തീക്കുണ്ഡത്തിൻ്റെ നടുവിലും ഇറങ്ങി വന്ന് സംരക്ഷിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. അതെ, ദൈവം നമ്മെ സംരക്ഷിക്കുന്നവനാണ്. ഈ കൊച്ചു ജീവിതം വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാമെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കാമെങ്കിൽ, പൂർണ്ണമായ ആശ്രയത്തോടെ ജീവിക്കാൻ ഒരുക്കമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ജീവിതാന്ത്യത്തോളം ആ ദൈവത്തിൻ്റെ ബലമുള്ള കരത്താൽ നമ്മെ സുരക്ഷിതമായി സൂക്ഷിച്ച് ദൈവം പരിപാലിക്കുന്നവനാണ്, സംരക്ഷിക്കുന്ന ദൈവമാണ്. ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.